40 ആൻഡ് എബോവ് താഴെ കിടക്കുന്ന ഒരു സാധനം നമ്മൾ ഒരിക്കലും ബാധിക്കില്ല. 25-26 മീറ്റർ കൂടുതൽ ഡെപ്തിൽ പോകുന്ന ഒരു കപ്പലും ഇതുവരെ ലോകത്ത് ഡിസൈൻ ചെയ്തിട്ടില്ല. പിന്നെ എങ്ങനെയാണ് നമ്മളൊരു കപ്പൽ ഗതാഗതത്തെ ബാധിക്കുക? കഴിഞ്ഞ ദിവസം ഒരു പ്രമുഖ ചാനലിൽ ഞാൻ കണ്ടു, അയാൾ പറയുന്നുണ്ട് വരുന്ന കപ്പലുകളൊക്കെ ഇവിടെ ബ്രേക്ക് ഇടേണ്ടി വരും, പോകാൻ പറ്റില്ല, ഇവിടെ ഗതാഗതം നിൽക്കും. എന്നിട്ട് ആ മഹാൻ ഇതിനെ കമ്പയർ ചെയ്തത് സൂയസ് കനാലൊക്കെയായിട്ടാണ്. സൂയസ് കനാൽ എന്നൊക്കെ പറയുന്നത് വളരെ ഇടുങ്ങിയൊരു വഴിയാണ്, ഒരു കപ്പലിന് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാനുള്ള സ്ഥലമുള്ളൂ. അതിനൊക്കെ ബന്ധപ്പെടുത്തിയിട്ടൊക്കെയാണ് ആൾക്കാർ സംസാരിക്കുന്നത്. അപ്പോൾ അതുപോലത്തെ ഒരു പ്രശ്നമൊന്നുമില്ല. അറബിക്കടൽ എന്ന് പറഞ്ഞത് വാസ്റ്റ് ആയിട്ടുള്ളൊരു സീ ആണ്. അതിൽ ചെറിയ ഭാഗത്ത് ഇങ്ങനെ ഒരു ഒബ്സ്ട്രക്ഷൻ വന്നു. അത് നിലവിൽ നിലത്ത് കിടക്കുന്ന ഒരു സാധനവും നമ്മളെ ബുദ്ധിമുട്ടിക്കുന്നില്ല. ബട്ട് ബീങ് സെഡ് ദാറ്റ് ഇതിൽ ഫ്ലോട്ട് ചെയ്തിരിക്കുന്ന കണ്ടെയ്നേഴ്സ് ഒരു ചെറിയ ഭീഷണിയായിട്ട് വേണമെങ്കിൽ കണക്കാക്കാം. കാരണം ജനറലി നാവിഗേറ്റ് ചെയ്യുന്ന കപ്പലുകൾക്ക് ഇതൊരു പ്രശ്നമാവില്ല. കാരണം അവിടെ കപ്പൽ ഓടിക്കുമ്പോൾ നോക്കാൻ ഒരാളുണ്ടല്ലോ, നാവിഗേറ്റിംഗ് ഓഫീസർ എന്നാണ് പറയാം. അപ്പോൾ നിങ്ങൾ റോഡിലൂടെ ഒരു ലോറി ഓടിച്ചുകൊണ്ട് പോവുകയാണ്, റോഡിലൊരു ഒബ്സ്ട്രക്ഷൻ ഉണ്ട്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും? ആ ഒബ്സ്ട്രക്ഷൻ മാറ്റി പോകും അല്ലേ? നമ്മൾ കപ്പൽ അങ്ങനെ തന്നെ ചെയ്യാറ്. എന്തെങ്കിലും ഫ്ലോട്ടിംഗ് ഒബ്ജക്റ്റ് നമുക്ക് ഒബ്സ്ട്രക്ഷനായിട്ട് കണ്ടാൽ നമ്മൾ കപ്പലിന് ഒടിച്ചപ്പുറത്ത് കൂടെ പോകും. അപ്പോൾ നിലവിൽ അതൊരു വലിയ ഭീഷണിയല്ല മാരിടൈം ഈ ഒരു ചരക്ക് ഗതാഗതത്തിനും അതുപോലെ ഷിപ്പുകളുടെ മൂവ്മെന്റിനും.